ഈ മരക്കാർ എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഈ മരക്കാർ മോട്ടോഴ്സിന്റെ വല്ലതും? ചെറിയൊരു നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്. അപ്പം കാറൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും? അല്ല, കാറൊന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഇല്ല ഇല്ല, ചിലപ്പോ കാറ് കുറച്ചുകൂടെ നേരത്തെ കിട്ടുമായിരിക്കും. ചിലപ്പോ കിട്ടും അല്ലേ, പറയാൻ പറ്റില്ല. ഈ മുഖത്ത് കണ്ടിട്ടൊരു കാളി ലുക്ക് ഉണ്ടല്ലോ, അയ്യോ അതാരാ കണ്ടുപിടിച്ചേ? അത് ഒരു ഫോട്ടോഗ്രാഫറാണ് കണ്ടുപിടിച്ചത്. അത് കുറച്ച് പ്രശ്നമായി. അപ്പോ കാളി എന്നൊരു ആൽബം അല്ലേ, ഒരു ഫോട്ടോഷൂട്ട് ആയിരുന്നു. അതൊരു ഒരു ഫോട്ടോഷൂട്ടിന്റെ ഒരു BTS വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ കുറച്ച് ഇങ്ങനെ ഒരു വിവാദമായിരുന്നു. എന്താ വിവാദമായത്? ലൈക്ക് ഞാൻ വെളുത്തിട്ടാണല്ലോ, അപ്പൊ കാളിയാക്കാൻ വേണ്ടി കറുപ്പിച്ചു. അപ്പം ഇങ്ങനെ ബ്ലാക്ക് ഫിഷിങ്ങിന്റെ പ്രശ്നം പറഞ്ഞിട്ട്. അതെന്താണ് ബ്ലാക്ക് ഫിഷിംഗ്? അത് ഈ കറുത്തവരോട് നമ്മൾ കാണിക്കുന്ന ഒരു അവഗണന ഉണ്ടല്ലോ, അങ്ങനെ ആക്കിയോ? അതെ. അപ്പം നമ്മൾ ഈ വെളുത്തിരിക്കുന്ന ആളിപ്പം നമ്മൾ ഏത് സിനിമകൾ എടുത്തു നോക്കിയാലും കറുത്തിരിക്കുന്നവരെ എടുക്കാതെ വെളുത്തിരിക്കുന്നവരെ മേക്കപ്പ് ചെയ്ത് കറുപ്പിച്ചിട്ടാണ് നമ്മളിപ്പം ലോ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ചിത്രീകരിക്കുന്നത്. ആക്ച്വലി ലോ കാസ്റ്റിലാണ്. അങ്ങനെ ഒരു വെർഷനിലോട്ട് പോയി അല്ലേ? അതുകൊണ്ടാണ്. ശരി, നമ്മളെല്ലാരും മനുഷ്യന്മാരാണ്, കറുപ്പായാലും വെളുപ്പായാലും. നമ്മളെ കുത്തിയാ വരുന്ന രക്തത്തിന്റെ കളർ എന്താണ്? അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കെല്ലാം എല്ലാവരും മനുഷ്യരാണ്. പക്ഷെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ? ഇല്ല, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിവാദമായിരുന്നു. ഞാനതിനെ കുറച്ച് കാണുന്നില്ല. കാര്യം ഇപ്പോഴത്തെ സമൂഹത്തിൽ ലോ കാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറുത്തിരിക്കുന്ന ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇവർക്ക് ലൈം ലൈറ്റിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളത്. അല്ല, അങ്ങനെ ഇഷ്ടം പോലെ പേര് വരുന്നുണ്ടല്ലോ. കുറവാണ്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്. ആണോ? നമ്മളിപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഒരുപാട് പടങ്ങൾ കാണുമ്പോഴത്തേക്ക് വളരെ വെളുത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളെ ഒന്നുമില്ലാതെ നമ്മൾ ചിലപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അവർ കറുത്തായിരിക്കുന്നത്, മേക്കപ്പ് കൊണ്ട് വെളുക്കുന്നതാണ്. അല്ലാതെ അത്രയും പ്യുവറായിട്ട് വെളുത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ വളരെ റെയറായിട്ടേ ഞാൻ കാണാറുള്ളൂ. ഇത് എന്നെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ കറുത്തിരിക്കുന്നവർ കൂടുതലും ലോ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർക്ക് കയറി വരാൻ പറ്റുന്നില്ലാത്ത. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കറുത്തിരിക്കുന്ന ഇപ്പൊ രജനീകാന്ത് ലോ കാസ്റ്റ് ആണ് അല്ല, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് കറുത്തിരിക്കുന്ന എത്രയോ പേര് കറുത്തിരിക്കുന്ന വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് കറുപ്പിനെ എങ്ങനെ നമുക്ക് ഇത് ലോ ആയിട്ട് കാണാൻ പറ്റുന്നത്? ഒരിക്കലും പറ്റില്ല. അയ്യോ, കറുപ്പിനെ ഞാൻ ലോ ആയിട്ട് കണ്ടതല്ല. അങ്ങനെ ഒരു നമ്മളത് വെൻ വി തിങ്ക് ഡീപ്പ് അബൌട്ട് ഇറ്റ്, അങ്ങനെ ഒരു പ്രശ്നം നിലവിൽ നിൽക്കുന്നുണ്ട്. അതിനെയാണ് അവർ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത്. എന്തായി അവസാനം ഞാനൊരു അപ്പോളജി ചെയ്യേണ്ടി വന്നു. ഞാൻ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്പോളജി ആയിരുന്നു. അതോടെ പ്രശ്നം ചെറുതായിട്ട് തീർന്നു. പോട്ടെ, അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, എല്ലാവരും മനുഷ്യരാണ്. കറുപ്പെന്നോ വെളുപ്പെന്നോ അങ്ങനത്തെ ഒരു ഇതില്ല, എൻ്റെ മനസ്സിലില്ല. കാരണം ഏറ്റവും വേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ട് വെളുത്തിരിക്കണം. മനസ്സ് കറുത്തു പോകരുത്, നമ്മുടെ ചിന്തകൾ കറുത്തു പോകരുത്. കറുപ്പിനല്ലേ 7 അഴക്. കേറി വാടാ മക്കളിൽ 4ാമത്തെ ചോദ്യം എടുത്തോളൂ. സിനിമയിൽ ദുൽഖർ സൽമാൻ ചെയ്ത കഥാപാത്രത്തിന്റെ അച്ഛന്റെ ജോലി എന്താണ്? A. ഡോക്ടർ, B. കേണൽ, C. സിനിമയിൽ അത് പറയുന്നില്ല. കേണൽ ഉറപ്പിക്കാമല്ലോ അല്ലേ? നമുക്ക് എടുത്തിട്ട് വരിച്ചിട്ട് പൂട്ടി മുറുക്കി വെക്കാം. കേണലിനെ B. കേണലിനെ ഞാൻ എടുത്തിട്ട് പൂട്ടി വെച്ചു, അവിടെ ഇരിക്കട്ടെ. പ്രണയമുണ്ടോ? ഉണ്ട്. എത്ര പേരുമായിട്ട്? ഒരാളേ ഉള്ളൂ. നിർഭാഗ്യവശാൽ ഒരാളേ ഉള്ളൂ. ഒരു ഒറ്റയാളേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു? കാമുകനാണോ? ജോലി ചെയ്യുന്നു. എവിടെ? ഡൽഹിയിലാ. ഇത്രയും ദൂരെയോ? അടുത്തെങ്ങും ആരെയും കിട്ടിയില്ലേ? ഇല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. ഇപ്പൊ ഒരുമിച്ച് പഠിച്ച. അപ്പൊ നിങ്ങൾ സെയിം ഏജ് ആണ്? അതെ. ശരി. അദ്ദേഹം ജോലി ചെയ്യുന്നു. അതെ. അപ്പം കിട്ടുമെന്ന് ഉറപ്പിച്ചോ? ഇല്ല, അതിപ്പോ
കെട്ടണമെന്ന് ഉറപ്പില്ലല്ലോ. പ്രേമിക്കാൻ പറ്റുന്നിടത്തോളം പ്രേമിക്കാം. കല്യാണം കഴിക്കുന്ന ഒരു പ്രായമാവുമ്പോ അപ്പൊ ഒരു വിരഹ ദുഃഖമില്ലേ? കാരണം എന്നാത്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഡൽഹിയിലും ഇദ്ദേഹം ഇവിടെയല്ലേ, എറണാകുളത്തും ഇല്ലേ? അല്ല, ഇപ്പം കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലെ വർക്ക് അറ്റ് ഹോം ആണ്. വർക്ക് അറ്റ് ഹോം. അപ്പൊ എറണാകുളത്തുണ്ട്. അപ്പൊ എന്നും കാണും ഇടയ്ക്ക് ആഴ്ചയില് 5 പ്രാവശ്യം. 5 പ്രാവശ്യം കാണും. എവിടാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് പ്ലേസ്? എവിടെ പോയിരുന്ന് കാപ്പ് കുടിക്കാനൊക്കെ ഇഷ്ടമുള്ള സ്ഥലം? പനമ്പള്ളി നഗറായിരിക്കും. ഇല്ല, പനമ്പള്ളി അങ്ങനെ പോയി ചില്ലിയാറില്ല. നമ്മളങ്ങനെ ഇന്ന സ്ഥലമൊന്നും ഇല്ല. എങ്ങോട്ടേലൊക്കെ പോയി എവിടെയൊക്കെ പോയി ആഹാരമൊക്കെ കഴിക്കും. അപ്പൊ അദ്ദേഹം തന്നെ പൈസ കൊടുക്കും? ഇല്ല, ഞാനായിരിക്കും കാശ് കൊടുക്കാൻ. അയ്യേ, അതെന്താ അങ്ങനെ? അല്ല, പുള്ളി ഇങ്ങനെ സമ്പാദിച്ചു വരുന്നേ ഉള്ളൂ. സമ്പാദിച്ചു വന്നോട്ടെ, എന്നാലും ഞാൻ സമ്പാദിച്ചു തുടങ്ങിയല്ലോ. ഓക്കെ, മനസ്സിലായി, ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. കാരണം ഒന്നും എന്താണ് പറയുന്നത്, അനാർക്കലി അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി 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 കൊണ്ടുപോകണ്ട. അമ്മ വന്നാലേ ശരിയാവും. നിങ്ങൾ വഴക്കുണ്ടാക്കാറില്ലേ? പിന്നെ ഉറപ്പായിട്ടും വഴക്കുണ്ടാക്കാത്ത. എന്തിനാണ് വഴക്കുണ്ടാകാറുള്ളത്? എന്ത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ? ചെറിയ കാര്യങ്ങൾ, അങ്ങനെ വലിയ കാര്യങ്ങൾ ഈ ഇടയ്ക്ക് വഴക്കുണ്ടായ ഒരു ചെറിയ കാര്യം അങ്ങനെ എന്താ പറയാനാണെങ്കിൽ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ വേറെ ചെറുക്കന്മാരെയൊക്കെ നോക്കുമ്പോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. വേറെ ചെറുക്കന്മാരെ വായി നോക്കുമ്പോ. ഓ, വായി നോക്കിയാണല്ലേ? ഇല്ല, വായി നോക്കിയല്ല. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, അങ്ങനെയല്ല. നമ്മളിങ്ങനെ വേറൊരാളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ. നമ്മളിപ്പോ സപ്പോസ് ഞാനിങ്ങനെ അനാർക്കലി, ഇത് അനാർക്കലിയുടെ കാമുകൻ, ഒരു ജസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ കൂടെ ഒരു നല്ലൊരു പയ്യൻ പോണു. അപ്പോൾ അനാർക്കലി നോക്കുന്നു. ഞാൻ പറഞ്ഞു, ഹലോ ഇവിടെ, അങ്ങനെയാണോ? അങ്ങനെയല്ല, അതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ എനിക്കറിയത്തില്ല. അല്ല, ഇങ്ങനെ പറയണം, എന്നാലല്ലേ. അല്ല, നമ്മളിങ്ങനെ അവരായിട്ട് നമ്മുടെ ഏതെങ്കിലും ഗൈ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് കമ്പനിയൊക്കെ ആവുമ്പോൾ കുറച്ച് പൊസസീവ്നെസ് ഒക്കെ വരുമെന്നുള്ളൂ. അത് എന്താണ് ഇപ്പം നമ്മളൊരു അത് വായി നോക്കി ആയതുണ്ടല്ലോ. വെറുതെ ഇരിക്കുമ്പോ ഞാൻ കണ്ണി കണ്ട ആമ്പിള്ളേരെ ഒന്നും വായി നോക്കാറില്ല. പെമ്പിള്ളേര് കണ്ണി കണ്ട ആമ്പിള്ളേരെ ഒന്നും വായി നോക്കാറില്ല. പിന്നെ എന്നുവെച്ചാൽ നമ്മുടെ ദുൽഖർ സൽമാനെ പോലൊരാണാണ് വരുന്നെങ്കിലോ? അയ്യോ, അത് അപ്പൊ നോക്കണ്ട വരും. അപ്പൊ പുള്ളിയെ കളഞ്ഞിട്ട് പോവും? ഇല്ല ഇല്ല. അല്ല, സപ്പോസ് ദുൽഖർ സൽമാനെ പോലെ ഒരു അതേ രൂപത്തിലുള്ള ഒരു പയ്യൻ വന്നിട്ട് പുള്ളിയുടെ പേര് ദുൽഖു എന്ന് വെച്ചു, അല്ല ചുമ്മാ പറയണേ, വന്നിട്ട് പറയണ അനാർക്കലി, എനിക്ക് അനാർക്കലി ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഈ പയ്യനെ കളയൂ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ സംശയം ഇല്ല, സംശയമില്ല. ഇല്ല ഇല്ല, കളയത്തില്ല. ഇല്ല, ചത്താലും കളയില്ല. ഇല്ല, സൗന്ദര്യത്തിന്റെ പുറകെ പോയി അങ്ങനെയൊന്നും കളയത്തില്ല. ഇനി അവൻ കളയോ? ഇല്ല, അങ്ങനെ അവൻ കളയത്തില്ല. ഇല്ല ഇല്ല, അതിലൊരു ഉറപ്പുണ്ട്. അല്ല, ഈ ഇഷ്ടമാണെന്ന് ചോദിച്ചവനെ കളയുമോ? അതോ ഇഷ്ടമാണെന്ന് ചോദിച്ചവനെ കളയോ എന്നോ? ദുൽഖർ സൽമാനെ പോലെ കളയത്തില്ല, വിഷമാവത്തില്ല, അവിടെ നിക്കട്ടെ. ഓ, അങ്ങനെ അവിടെ നിൽക്കുന്നു, കമ്പനി അടിക്കാലോ. അങ്ങനെ. അപ്പൊ കല്യാണം കഴിക്കുന്ന ഒരാള് കമ്പനി അടിക്കുന്ന വേറൊരാള്. അതെ അതെ. അപ്പൊ സൂക്ഷിച്ചോളുക, അനാർക്കലി ആരെങ്കിലും പോയി കമ്പനി അടിച്ച കല്യാണം കഴിക്കാൻ വേറെ ആളുണ്ട്, കമ്പനി മാത്രം. അപ്പോ ഒരു കേണല് തന്നെ ആയിക്കോട്ടെ കമ്പനി, അല്ലേ? ബി കേണൽ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു വൺ 2000.